മോർണിംഗ്. എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വിഷു ആശംസകൾ. ഇന്നത്തെ സ്പെഷ്യല് വിഷുക്കട്ടയാണ്. വിഷുക്കട്ട ഉണ്ടാക്കുന്നത് നമ്മൾ ഉണക്കല്ലരി കൊണ്ടാണ്. അതിൽ ഞാനെടുത്തിട്ടുള്ളത് 1.5 കിലോ ഉണക്കല്ലരിയും 4 നാളികേരത്തിൻ്റെ പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ നാളികേരപ്പാലിലാണ് ഈ അരി വേവിക്കേണ്ടത്. ഏകദേശം നമ്മുടെ അരി വെന്ത് തുടങ്ങി. നമ്മൾ നന്നായിട്ട് ചോറ് വേവുന്ന പോലെ അരി വേവാനായിട്ട് പാടില്ല, കടിക്കുന്ന പോലെ ആയിരിക്കും. 1.5 കിലോ ഉണക്കല്ലരി എടുത്തിട്ടുണ്ട്. 1.5 കിലോ ഉണക്കല്ലരിയിലേക്ക് 4 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തെമ്പാല് നമ്മൾ മാറ്റി വെക്കണം. കാരണം ഇത് നമ്മൾ ഇലയിൽ പരത്തിയിട്ട് ആ പാല് കൊണ്ടാണ് നമ്മൾ മീതെ ഒന്ന് പരട്ടി വെക്കേണ്ടത്. അപ്പം ഇതിനും കൂടി സ്വാദ് കിട്ടും. പിന്നെ ശർക്കര നീരിലാണ് ഇത് കഴിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതിലേക്ക് ആവശ്യം 1.5 കിലോ ഉണക്കല്ലരി, പിന്നെ 4 നാളികേരത്തിൻ്റെ പാല്, കുറച്ച് നല്ല ജീരകവും, പിന്നെ അതുപോലെ തന്നെ ഉണക്കമല്ലി അല്ല, മുഴുവൻ മല്ലി കിഴി കെട്ടിയിട്ടാണ് ഇടേണ്ടത്. നമ്മൾ കിഴി കെട്ടിയിട്ടിട്ടില്ല. ഉണക്കമല്ലി വെറുതെ മുഴുവൻ മല്ലി വെറുതെ ഇടാനും പാടില്ല. അത് ഉണ്ടെങ്കിൽ കിഴി കെട്ടിയിട്ടിടാം. നല്ല ജീരകം വെറുതെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ വെവായിട്ട് ഉപ്പ് പേരിനിട്ട് പായസത്തിൽ മധുരം നിലനിർത്താൻ ഉപ്പിടുന്ന പോലെയാണ് ഇതിലും ഉപ്പിടേണ്ടത്. ശരിക്ക് ഉപ്പിടാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കി ഇങ്ങനെ പരത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇലയിൽ ഇങ്ങനെ പരത്തി വെക്കും. എന്നിട്ട് നാളികേരപ്പാലുണ്ടല്ലോ, മീതെ കുറച്ച് നാളികേരപ്പാല് ഈ ഇലയിൽ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ നമ്മളത് പരത്തി കൊടുക്കും. നല്ല സ്വാദാണ്. നാളികേരപ്പാലിൽ മുക്കുളും ഇങ്ങനെ പരത്തണം. അതിൻ്റെ മീതെ പരത്തിയത് ഇങ്ങനെ കട്ട പോലെയാക്കി വെക്കുക. കുറച്ച് ഉണങ്ങുമ്പോൾ നമ്മളത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നാളികേരപ്പാലാണത്. ഓക്കെ. നമ്മളുടെ വിഷുക്കട്ടയൊക്കെ റെഡിയായി. പഞ്ചസാര ലായനിയൊക്കെ ഒഴിച്ചിട്ട് ഞാനും അത് ലഞ്ചും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ഓക്കെ.